ഇങ്ങനെ മാറ്റി വയ്ക്കുക. ഇതാണ് അതിൻ്റെ അടപ്പ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകന്ന് വെച്ചാൽ ഒരു സ്റ്റീലാണ്. ഇതിൻ്റെ ബാക്ക് നോൾട്ടയുടെ കമ്പനിയാണ്. നോൾട്ട. ഇതിന് നമുക്ക് ചോറ്, ഞാൻ കാണിച്ചത് ചോറൊക്കെ കൊണ്ടുപോകാനാണ്. ഇവിടെ ചോറും കറിയൊക്കെ വെച്ച് കൊണ്ടുപോകാം. അപ്പം ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. ഇതിങ്ങനെ തുറന്നിട്ട് ഇവിടെ പെൻസിലിൻ്റെ വെക്കാൻ. എനിക്ക് പെൻസിൽ ബോക്സ് ആണ്, പക്ഷെ എനിക്ക് ഇപ്രാവശ്യം പേനയാണ്. അപ്പോൾ പേനയാണ് ഞാൻ ഇതിൽ വെക്കുന്നത്. രണ്ട് പെൻസില് മാത്സിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. അങ്ങനെ അപ്പോൾ ഇത് ചെറിയ കട്ടർ എറേസറൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ വെക്കാം. അടുത്തത് ഇവിടെ ഷാർപ്പൺ ചെയ്യണം. ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആവും. എന്നിട്ട് ഇവിടെ നിന്ന് ഷാർപ്പൺ ചെയ്തിട്ട് ഇത് അടച്ചിട്ട് ഇവിടെ തുറന്നിട്ട് ഷാർപ്പൺ വേസ്റ്റ് കളയാം. എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ തുറന്നിട്ട് കളഞ്ഞതിന് ശേഷം അടച്ചു വെച്ചിട്ട് ക്ലാസ്സിൽ പോയി ഇരിക്കാം. ബാക്ക് എന്ന് വെച്ചാൽ ഇതിൽ സാധാ ബോക്സിൽ മൾട്ടിപ്പിൾ വരും. ഇതിൽ മൾട്ടിപ്പിൾ അല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ബോക്സും അടുത്തതെന്ന് പറഞ്ഞാൽ കിറ്റ്, ലഞ്ച് കിറ്റ് ഫ്രണ്ടിലൊരു ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സാധാ കിറ്റിനൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നതിനൊക്കെ അല്ല, ചിലവർ വാങ്ങിക്കുന്നതിനൊക്കെ ഇങ്ങനത്തെ ലെതർ ആയിരിക്കും അകത്ത്. ലെതറല്ല, ഇങ്ങനത്തെ മെറ്റീരിയലായിരിക്കും അകത്ത്. അപ്പം പക്ഷെ ഞാൻ വാങ്ങിച്ചതിൻ്റെ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ അകം കഴുകി അതുപോലെ കറിയെല്ലാം ലീക്കായ അകം കഴുകിയിട്ട് ഇങ്ങനെ ഇട്ടാൽ പെട്ടെന്ന് മറ്റേ ഇതേപോലത്തെ മെറ്റീരിയൽ ആണെങ്കിൽ ഒരു ദിവസം ഇടണം, അരമണിക്കൂറായിട്ട് ഇടണം. അരമണിക്കൂറല്ല, 10 ദിവസമൊക്കെ ഇടണം എന്നാ ഉറങ്ങും. പക്ഷെ ഉറങ്ങും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അകത്തെ ഭാഗം. അപ്പം ഇത് വെച്ചിട്ടുണ്ട്. ഇത് അംബ്രല്ല കൊട, മിക്കി മൗസിൻ്റെ തന്നെ. ഇതാണ് കൊട, വടിയ കൊട. ക്ലോസ് ചെയ്തു, വെച്ചു. ഇതൊരു ലോഡ് ബുക്കാണ്. 5ാം ക്ലാസ്സാണ് വരുന്നത്, 5th സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇത്രയും ബുക്ക് വേണം. ഈ ബുക്കിൽ വരുന്നതെന്ന് വെച്ചാൽ ഇതേപോലത്തെ സിംഗിൾ ലൈനും കൊണ്ട് ഇങ്ങനെ നമുക്ക് കോപ്പി എഴുതണം. അപ്പോൾ ഒരു 2 2 ലൈൻ്റെയും ബുക്കുണ്ട്. 2 ലൈൻ ബുക്ക് ആൻഡ് കുറച്ച് സിംഗിൾ ലൈൻ ബുക്കുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് വലുതാണ്. ഇത് ഈ സൈസും ഈ സൈസും. ഓക്കെ, അപ്പോൾ ഇതിലൊരു ലൈൻഡ് ബുക്ക് വരുന്നുണ്ട്, 2 ലൈൻഡ് ബുക്കും ഒരു പ്ലെയിൻ ബുക്കും 3 മാത്സ് നോട്ട് അതുണ്ട്. പിന്നെ ഡ്രോയിങ് ബുക്ക് അങ്ങനത്തെ കുറേ ഷീറ്റ് ഉണ്ട്. എറേസർ, ഇതിന് 5 രൂപയാണ്. പിന്നെന്ന് വെച്ചാൽ സ്റ്റിക്കി നോട്ട് പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അടുത്തെന്ന് വെച്ചാൽ ഇങ്ങനെ റെക്റ്റാങ്കിൾ പോലെയാണ്. ഇത് പിങ്ക് ഉണ്ട്, ലൈറ്റ് ക്യാൻഡി പിങ്ക് ആൻഡ് ക്യാൻഡി ബ്ലൂ, ക്യാൻഡി ഗ്രീൻ, അങ്ങനത്തെ കളറാണ്. പിന്നെ ഒരു
MRP 5 രൂപ. അടുത്തത് ഈ കട്ടറും പെൻസിലും ബോക്സിന് ഫ്രീ കിട്ടിയതാണ് ഗൈസ്. പിന്നെ നടരാജന്റെ പെൻസിൽ, പിന്നെ ഡോംസിന്റെ പേനാണ് ഇത്. ബോൾ പോയിന്റ് പെന്നാണ്. അങ്ങനെ 5 എണ്ണം. അടുത്തതെന്ന് പറഞ്ഞാൽ ബാഗ്. ഇതാണ് മെയിൻ സാധനം. ഇതിനെല്ലാം ചുമക്കേണ്ടത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ സാധനം. ഇത് ആദ്യം ഫ്രണ്ടിലൊരു ചെറിയൊരു അറയുണ്ട്. പിന്നെ ഇത് ക്ലോസ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു അറയുണ്ട്. അവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അറയുണ്ട്. അത് ക്ലോസ് ചെയ്ത് ഇപ്പുറത്തും ഒരു വലിയൊരു ബുക്കൊക്കെ വയ്ക്കാൻ പറ്റിയ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അടുത്ത ആഴ്ച കിട്ടും. അറിഞ്ഞൂടാ, അങ്ങനെ കിട്ടുമായിരിക്കും. അപ്പൊ ഇവിടെ ഒരു അറയുണ്ട്. അല്ലാതെ ഇവിടെയും കൂടെ 2 എണ്ണം ഉണ്ട് ഒരു അറയില്. പിന്നെ പറഞ്ഞാൽ ഈ ബാഗിന് ബാക്ക് സൈഡിൽ ഒരു ഇത് കൂടെ ഉണ്ട്. ഇത് തുറക്കുമ്പോ ഇവിടെ നമുക്ക് അത്യാവശ്യം സീക്രട്ട് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാം. വേണമെങ്കിൽ അല്ലെങ്കിൽ വല്ലതൊക്കെ വെക്കാം. എനിക്ക് അറിഞ്ഞൂടാ, ഇതിലൊക്കെ ഞാൻ വയ്ക്കും. അങ്ങനെ ഇവിടെ ഒരു നെറ്റ് പോലത്തതാണ്. ഏതാ നെറ്റ് പോലത്തെ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്ത് പിന്നെ ഇവിടെ വാട്ടർ ബോട്ടിൽ വെക്കാൻ പറ്റും.